قُلْ لَوْ شَاءَ اللَّهُ مَا تَلَوْتُهُ عَلَيْكُمْ وَلَا أَدْرَاكُمْ بِهِ فَقَدْ لَبِثْتُ فِيكُمْ عُمُرًا مِّن قَبْلِهِ أَفَلَا تَعْقِلُونَ പറയുക, അല്ലാഹു ഇച്ഛിച്ചിരുന്നുവെങ്കിൽ ഞാൻ ഈ ഖുർആൻ നിങ്ങൾക്ക് ഓതിത്തരുമായിരുന്നില്ല. ഇതേക്കുറിച്ച് നിങ്ങളെ അറിയിക്കുക പോലുമില്ലായിരുന്നു. ഇതിനു മുമ്പ് കുറെ കൊല്ലങ്ങൾ ഞാൻ നിങ്ങൾക്കിടയിൽ കഴിച്ചുകൂട്ടിയിട്ടുണ്ടല്ലോ. നിങ്ങൾ ബുദ്ധി ഉപയോഗിക്കുന്നില്ലേ? ഖുർആൻ മുഹമ്മദ് നബി സ്വയം കെട്ടിച്ചമച്ച് ദൈവത്തിന്റേതാണെന്ന് വാദിക്കുകയാണെന്ന ചിന്താഗതിയുടെ ഖണ്ഡനമാണിത്. ഖുർആൻ തന്റെ സൃഷ്ടിയല്ല, ദൈവത്തിങ്കൽ നിന്ന് വഹീ മുഖേന അവതരിച്ചു കിട്ടുന്നതാണ് എന്ന മുഹമ്മദ് നബിയുടെ വാദത്തെ ബലപ്പെടുത്തുന്ന ശക്തമായ തെളിവുകൂടിയാണിത്. മറ്റെല്ലാ തെളിവുകളും അവരെ സംബന്ധിച്ചിടത്തോളം വിദൂരമാവാം. എന്നാൽ മുഹമ്മദ് നബിയുടെ ജീവിതം അവരുടെ മുമ്പിലുള്ള വസ്തുതയാണ്. പ്രവാചകത്വത്തിന് മുമ്പ് 40 വർഷം അവിടുന്ന് അവർക്കിടയിൽ കഴിച്ചുകൂട്ടിയിട്ടുണ്ട്. അവരുടെ നഗരത്തിൽ ജനിച്ചു. അവരുടെ കൺമുന്നിൽ ശൈശവകാലം കഴിച്ചു. യുവാവായി, മധ്യവയസ്കനായി, കച്ചവട ഇടപാടുകൾ, പെരുമാറ്റം, വിവാഹം എന്നുവേണ്ട എല്ലാ സാമൂഹിക ബന്ധവും അവരുമായിട്ടായിരുന്നു. തിരുമേനിയുടെ ജീവിതത്തിന്റെ ഒരു വശവും അവർക്ക് അവ്യക്തമായിരുന്നില്ല. അതിനേക്കാൾ സുവ്യക്തമായ സാക്ഷ്യം മറ്റെന്താണുണ്ടാവുക? 2 കാര്യങ്ങൾ തിരുമേനിയുടെ ജീവിതത്തിൽ എത്രയും വ്യക്തമായിരുന്നു. മക്കയിലെ ഓരോ വ്യക്തിക്കും അതറിയാമായിരുന്നു. ഒന്നാമതായി, പ്രവാചകത്വവാദം പുറപ്പെടുവിച്ചപ്പോൾ തിരുമേനിയുടെ നാവിൽ നിന്ന് പൊട്ടിയൊഴുകിയ വിജ്ഞാനത്തിന്റെ ഉറവ നേരത്തെ ലഭിച്ച വിദ്യാഭ്യാസത്തിലൂടെയോ പരിശീലനത്തിലൂടെയോ ഏതെങ്കിലും ഗുരുനാഥന്റെ ശിഷ്യത്വത്തിലൂടെയോ ലഭിച്ചതായിരുന്നില്ല. ഖുർആൻ തുടരെയുള്ള അധ്യായങ്ങളിൽ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളെയും ചിന്തകളെയും കുറിച്ച് മുമ്പ് വല്ലപ്പോഴും അദ്ദേഹം താൽപര്യമെടുക്കുകയോ സംസാരിക്കുകയോ ചെയ്യുന്നതായും കാണപ്പെട്ടിട്ടില്ല. ആ 40 വർഷത്തിനിടയിൽ പ്രവാചകന്റെ ഏറ്റവും ഉറ്റ സ്നേഹിതനോ അടുത്ത ബന്ധുവിനോ പോലും അവിടുത്തെ വർത്തമാനങ്ങളിലോ പ്രവർത്തനങ്ങളിലോ 40-ാം വയസ്സിൽ പെട്ടെന്ന് ആരംഭിച്ച ആ മഹാപ്രസ്ഥാനത്തിന്റെ കളമൊരുക്കലെന്ന നിലയ്ക്കുള്ള ഒന്നും കാണാൻ കഴിഞ്ഞിരുന്നില്ല. ഖുർആൻ തിരുമേനിയുടെ ബുദ്ധിയുടെ സൃഷ്ടിയല്ല, പുറമേ നിന്ന് അദ്ദേഹത്തിലേക്ക് കടന്നുവന്ന ഒന്നാണ് എന്നതിന്റെ വ്യക്തമായ തെളിവാണിത്. എന്തുകൊണ്ടെന്നാൽ വളർച്ചയുടെയും വികാസത്തിന്റെയും പുരോഗതിയുടെയും വ്യക്തമായ സൂചനകൾ മുമ്പ് തന്നെ പ്രകടമാവാതെ പെട്ടെന്നൊരു ഘട്ടത്തിൽ വല്ലതും ഉൽപ്പാദിപ്പിക്കാൻ മനുഷ്യബുദ്ധിക്കാവില്ല. അതുകൊണ്ടാണ് മക്കയിലെ സമർത്ഥരായ ആൾക്കാർ മറ്റൊരു വഴിക്ക് തിരിഞ്ഞത്. ഖുർആൻ മുഹമ്മദിന്റെ ബുദ്ധിയുടെ സൃഷ്ടിയാണെന്ന് വാദിക്കുന്നത് നിരർത്ഥകമായ ആരോപണമാണെന്ന് അവർക്ക് മനസ്സിലായി. അപ്പോൾ ഇതെല്ലാം മറ്റാരോ മുഹമ്മദിന് പഠിപ്പിച്ചു കൊടുക്കുകയാണെന്ന് ആരോപിക്കാൻ തുടങ്ങി. എന്നാൽ ആദ്യത്തേതിനേക്കാൾ നിരർത്ഥകമായിരുന്നു ഇത്. എന്തുകൊണ്ടെന്നാൽ മക്കയിൽ പോകട്ടെ, അറേബ്യ മുഴുവൻ പരതിയാലും ഈ ഗ്രന്ഥത്തിന്റെ കർത്താവാണെന്ന് ചൂണ്ടിപ്പറയാൻ യോഗ്യതയുള്ള ഒരു വ്യക്തിയെയും കിട്ടുകയില്ലായിരുന്നു. അത്ര യോഗ്യനായ വ്യക്തി ഏത് സമൂഹത്തിലാണുണ്ടാവുക? തിരുമേനിയുടെ മുൻകാല ജീവിതത്തിൽ നിന്ന് പ്രകടമാവുന്ന രണ്ടാമത്തെ കാര്യം ഇതത്രേ. അദ്ദേഹത്തിന്റെ സ്വഭാവത്തിൽ കളവ്, ചതി, കാപട്യം തുടങ്ങിയ ദുർഗുണങ്ങളുടെ നേരിയ ലാഞ്ചന പോലും കാണപ്പെട്ടിരുന്നില്ല. 40 വർഷത്തെ ജീവിതത്തിൽ അത്തരം ഏതെങ്കിലും ഒരു സ്വഭാവം തിരുമേനിയിൽ നിന്ന് അനുഭവപ്പെട്ടുവെന്ന് പറയാൻ ആ സമൂഹത്തിൽ ഒറ്റ കുട്ടിയുമുണ്ടായിരുന്നില്ല. മറിച്ച് തിരുമേനിയുമായി നേരിട്ട് ബന്ധപ്പെട്ട ആരും അവിടുത്തെ ഗണിച്ചിരുന്നത് അങ്ങേയറ്റം സത്യസന്ധനും നിഷ്കളങ്കനും വിശ്വസ്തനുമായിട്ടാണ്. പ്രവാചകത്വത്തിന്റെ 5 വർഷം മുമ്പാണ് കഅബ നിർമ്മാണ വേളയിൽ ഹജറുൽ അസ്വദ് സ്ഥാപിക്കുന്നത് സംബന്ധിച്ച് പ്രസിദ്ധമായ ഒരു തർക്കമുണ്ടായത്. ഹജറുൽ അസ്വദ് ആർ സ്ഥാപിക്കണം എന്ന കാര്യത്തിൽ ഖുറൈശികളിലെ വിവിധ ഗോത്രങ്ങൾ പരസ്പരം ശണ്ഠ കൂടി. ഒടുവിൽ പ്രഭാതത്തിൽ ആദ്യം ഹറമിൽ കടന്നുവരുന്ന ആളെ മധ്യസ്ഥനായി സ്വീകരിക്കാം എന്ന തീരുമാനത്തിലെത്തുകയായിരുന്നു. പിറ്റേ ദിവസം രാവിലെ ഹറമിൽ കടന്നത് മുഹമ്മദായിരുന്നു. തിരുമേനിയെ കണ്ടപ്പോൾ ആളുകൾ വിളിച്ചു പറഞ്ഞു, ഇതാ വിശ്വസ്തൻ, ഞങ്ങൾക്ക് തൃപ്തിയായി, മുഹമ്മദ് മതി. അങ്ങനെ പ്രവാചകത്വലബ്ധിക്ക് മുമ്പ് തന്നെ അള്ളാഹു ഖുറൈശി ഗോത്രത്തിലെ നിറഞ്ഞ സദസ്സിൽ വെച്ച് തിരുമേനിയുടെ വിശ്വസ്തതയ്ക്ക് സാക്ഷ്യപത്രം വാങ്ങിയിരുന്നു. ജീവിതത്തിൽ ഒരിക്കലും നിസ്സാരമായ ഒരു പ്രശ്നത്തിൽ പോലും കളവോ ചതിയോ വഞ്ചനയോ പ്രവാചകൻ പ്രയോഗിച്ചിട്ടില്ല. അങ്ങനെയുള്ള ഒരാൾ സ്വന്തം ബുദ്ധി കൊണ്ട് ചിലതെല്ലാം കെട്ടിച്ചമച്ച് ദൈവത്തിങ്കലേക്ക് ചേർത്ത് പ്രഖ്യാപിക്കുക എന്ന മഹാവഞ്ചനയും ചതിയും പ്രവർത്തിക്കും എന്നനുമാനിക്കുന്നത് യുക്തിസഹമാണോ? ഈ അടിസ്ഥാനത്തിൽ
തിരുമേനിയോട് അല്ലാഹു പറയുകയാണ്, അവരുടെ നിരർത്ഥകമായ ആരോപണത്തിന് മറുപടിയായി അവരോട് പറയൂ, മനുഷ്യരെ, കുറച്ചൊന്ന് ബുദ്ധി ഉപയോഗിക്കരുതോ? ഞാൻ എവിടെ നിന്നോ വന്ന വിദേശിയല്ല, നിങ്ങളുടെ ഇടയിൽ ജീവിക്കുന്നവനാണ്. ദൈവത്തിന്റെ ശിക്ഷണവും അവന്റെ ആജ്ഞയും കൂടാതെ ഈ ഖുർആൻ നിങ്ങളുടെ മുമ്പാകെ സമർപ്പിക്കാൻ എനിക്ക് കഴിയുമെന്ന് എന്റെ പൂർവ്വകാല ജീവിതത്തെക്കുറിച്ചറിയാവുന്ന നിങ്ങൾക്കെങ്ങനെയാണ് സങ്കല്പിക്കാൻ കഴിയുക? فمن أظلم ممن افترى على الله كذبا أو كذب بآياته إنه لا يفلح المجرمون. വ്യാജസൂക്തം ചമച്ച് അതിനെ അല്ലാഹുവിന്റെ പേരിൽ ആരോപിക്കുകയോ യഥാർത്ഥ ദൈവിക സൂക്തങ്ങളെ തള്ളിപ്പറയുകയോ ചെയ്യുന്നവനേക്കാൾ കവിഞ്ഞ അക്രമി ആരാണുള്ളത്? നിശ്ചയം പാപികൾ ഒരിക്കലും വിജയിക്കുകയില്ല. അതായത്, ഈ സൂക്തങ്ങൾ ദൈവത്തിന്റേതല്ല, ഞാൻ കെട്ടിച്ചമച്ച് ദൈവസൂക്തങ്ങളായി അവതരിപ്പിക്കുകയാണ് എങ്കിൽ എന്നേക്കാൾ വലിയ അക്രമിയില്ല. എന്നാൽ യഥാർത്ഥത്തിൽ ഇവ ദൈവിക സൂക്തങ്ങൾ തന്നെയാണ്. എന്നിട്ടും നിങ്ങൾ അവയെ നിഷേധിക്കുകയാണെങ്കിൽ നിങ്ങളായിരിക്കും ഏറ്റവും വലിയ അക്രമികൾ. അജ്ഞരായ ചില ആളുകൾ വിജയം എന്നർത്ഥമുള്ള ഫലാഹിന് ദീർഘായുസ്, ഭൗതിക സുഖം, ലൗകിക പ്രഭാവം എന്നിങ്ങനെയുള്ള അർത്ഥങ്ങൾ കൽപ്പിക്കുന്നു. എന്നിട്ട് ഈ സൂക്തത്തിൽ നിന്ന് അവരെത്തിച്ചേരുന്ന നിഗമനം ഇതാണ്: ഒരാൾ പ്രവാചകത്വം അവകാശപ്പെട്ടിട്ട് ദീർഘായുഷ്മാനായിരിക്കുകയോ ലോകത്ത് സുഖസമൃദ്ധി കൈവരിക്കുകയോ തന്റെ പ്രബോധനത്തിന് സ്വാധീനം വർദ്ധിക്കുകയോ ചെയ്യുന്നുവെങ്കിൽ അദ്ദേഹത്തെ സത്യപ്രവാചകനായി അംഗീകരിക്കണം. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹം വിജയം വരിച്ചിരിക്കുന്നു. സത്യപ്രവാചകനായിരുന്നില്ലെങ്കിൽ വ്യാജവാദം ഉന്നയിച്ച ഉടൻ തന്നെ അദ്ദേഹം വധിക്കപ്പെടുമായിരുന്നു, അല്ലെങ്കിൽ വിശന്നു മരിക്കുമായിരുന്നു. ലോകം അദ്ദേഹത്തിന്റെ വാദം അംഗീകരിക്കുമായിരുന്നില്ല. എന്നാൽ ഖുർആന്റെ സാങ്കേതിക ഭാഷയിൽ ഫലാഹ് എന്നതിന്റെ അർത്ഥമെന്തെന്നോ അല്ലാഹു ധിക്കാരികളോട് അനുവർത്തിക്കുന്ന വിട്ടുവീഴ്ച നിലപാട് എങ്ങനെയുള്ളതാണെന്നോ ഈ വാക്ക് ഏതർത്ഥത്തിലാണ് ഉപയോഗിച്ചത് എന്നോ ഗ്രഹിച്ചിട്ടില്ലാത്തവർക്ക് മാത്രമേ അത്തരമൊരു മൂഢമായ വ്യാഖ്യാനം നൽകാൻ കഴിയൂ. പാപികൾ വിജയം വരിക്കുകയില്ല എന്ന് ഈ വാചക ഘടനയിൽ പറഞ്ഞതുതന്നെ ആരുടെയും പ്രവാചകത്വവാദത്തെ ഉരച്ചു നോക്കാനുള്ള മാനദണ്ഡമെന്ന നിലയ്ക്കല്ല. വിജയം പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന പ്രവാചകനാരോ അദ്ദേഹത്തെ അംഗീകരിക്കാം, വിജയിക്കാത്തവരെ തിരസ്കരിക്കാം എന്ന് തീരുമാനിക്കാനുള്ള ഒരു മാനദണ്ഡമായുമല്ല. ഇവിടെ അപ്പറഞ്ഞതിന്റെ ഉദ്ദേശ്യം ഇതാണ്: പാപികൾ വിജയം പ്രാപിക്കുകയില്ലെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. അതിനാൽ വ്യാജപ്രവാചകത്വം വാദിക്കുക എന്ന കുറ്റം ചെയ്യാൻ എനിക്കേതായാലും സാധ്യമല്ല. എന്നാൽ നിങ്ങൾ സത്യപ്രവാചകനെ കളവാക്കുക എന്ന കുറ്റം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. അതിനാൽ നിങ്ങൾ വിജയിക്കുകയില്ല. ഫലാഹ് എന്ന പദം ഭൗതിക വിജയമെന്ന പരിമിതാർത്ഥത്തിലല്ല ഖുർആനിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഒരു നഷ്ടത്തിനും കാരണമാവാത്ത ശാശ്വത വിജയമാണ് അതുകൊണ്ട് വിവക്ഷിക്കുന്നത്. ഐഹിക ജീവിതത്തിന്റെ ഈ പ്രാരംഭഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള നേട്ടമുണ്ടായോ ഇല്ലേ എന്നത് ഇവിടെ പരിഗണനീയമല്ല. വഴികേടിലേക്ക് പ്രബോധനം ചെയ്യുന്നവർ ഈ ലോകത്ത് ജീവിതരസം ആസ്വദിച്ചെന്നും അവരുടെ ദുർമാർഗം സ്വാധീനം നേടിയെന്നും വരാം. എന്നാൽ ഖുർആന്റെ സാങ്കേതിക ഭാഷയിൽ അത് വിജയമല്ല, തനി നഷ്ടമാണ്. ഒരു സത്യപ്രബോധകൻ ഇഹലോകത്ത് കഷ്ടപ്പാടുകൾ കൊണ്ട് വലയുകയും കഠിനവേദനകളാൽ അവശനാവുകയും അക്രമികളുടെ മർദ്ദന പീഡനങ്ങൾക്കിരയാവുകയും വേഗം മരണമടയുകയും ചെയ്തെന്ന് വരാം. ആരും അദ്ദേഹത്തിൽ വിശ്വസിച്ചില്ലെന്നും വന്നേക്കാം. എന്നാൽ ഖുർആന്റെ ദൃഷ്ടിയിൽ അത് പരാജയമല്ല, വിജയം തന്നെയാണ്. ഇതിനെല്ലാം പുറമെ അല്ലാഹു കുറ്റവാളികളെ ധൃതിയിൽ പിടികൂടുകയില്ലെന്നും നന്നാവാൻ വേണ്ടത്ര അവധി നൽകുമെന്നും ഖുർആനിൽ പലയിടങ്ങളിലും വിശദമായി പ്രസ്താവിച്ചിട്ടുണ്ട്. ആ അവധിയെ തെറ്റായി ഉപയോഗപ്പെടുത്തി കൂടുതൽ ചീത്തയാവുമ്പോൾ അല്ലാഹു അവർക്ക് ഇളവ് നൽകുന്നു. ചിലപ്പോൾ കൂടുതൽ അനുഗ്രഹങ്ങൾ നൽകുന്നു. അവരുടെ മനസ്സിൽ ഒളിച്ചുവെച്ചിരിക്കുന്ന മുഴുവൻ തിന്മകളും പുറത്തു കൊണ്ടുവരാനും തങ്ങളുടെ ദുർഗുണങ്ങൾക്ക് കർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ അർഹിക്കുന്ന ശിക്ഷ ലഭിക്കാനും വേണ്ടിയാണത്. ഒരു വ്യാജവാദി കയറൂരി വിടപ്പെടുന്നതോ അയാളുടെ മേൽ ലൗകിക വിജയം ചൊരിയപ്പെടുന്നതോ അദ്ദേഹത്തിന്റെ സന്മാർഗലബ്ധിയുടെ തെളിവായി ഗണിക്കുന്നത് മഹാ അബദ്ധമായിരിക്കും. മറ്റെല്ലാ കുറ്റവാളികൾക്കുമെന്ന പോലെ അല്ലാഹുവിന്റെ ശിക്ഷാനിയമം വ്യാജ പ്രവാചകന്മാർക്കും ബാധകമാകുന്നു. അവരതിൽ നിന്ന് ഒഴിവാണെന്നതിന് ഒരു തെളിവുമില്ല. പിശാചിന് അന്ത്യനാൾ വരെ അല്ലാഹു നൽകിയ അവധിയിലും അങ്ങനെയില്ല. അതായത്, മറ്റെല്ലാവരെയും നിനക്ക് വഞ്ചിക്കാം,
എന്നാൽ നീ സ്വന്തം വകയായി ഒരു പ്രവാചകനെ നിശ്ചയിക്കുന്ന പക്ഷം ആ വഞ്ചന നടക്കുകയില്ല എന്ന് പിശാചിനോട് പറഞ്ഞിട്ടില്ല. ഇതിനു മറുപടിയായി താഴെ പറയുന്ന അൽ ഹാക്ക സൂറയിലെ 44 മുതൽ 46 വരെയുള്ള സൂക്തങ്ങൾ ഉന്നയിക്കപ്പെട്ടേക്കാം. മുഹമ്മദ് വല്ലതും സ്വയം കെട്ടിച്ചമച്ച് നമ്മുടെ പേരിൽ പറയുകയാണെങ്കിൽ നാം ഇദ്ദേഹത്തിന്റെ വലതു കൈ പിടിച്ചെടുക്കുമായിരുന്നു, ഇദ്ദേഹത്തിന്റെ ജീവനാഡി മുറിച്ചു കളയുകയും ചെയ്യുമായിരുന്നു. എന്നാൽ ഈ സൂക്തങ്ങളുടെ താൽപര്യം ഇത്രമാത്രമാണ്: അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് പ്രവാചകനായി നിയോഗിക്കപ്പെട്ട ഒരാൾ കള്ളം കെട്ടിച്ചമച്ച് വഹ്യ് എന്ന വ്യാജേന അവതരിപ്പിക്കുന്ന പക്ഷം ഉടൻ ശിക്ഷിക്കപ്പെടുന്നതാണ്. സാവകാശം കൊടുക്കുക എന്ന അള്ളാഹുവിന്റെ നിയമത്തിൽ നിന്ന് ഈ സൂക്തങ്ങൾ ഒഴിവാക്കിയത് സത്യപ്രവാചകന് മാത്രമാണ്. കള്ളപ്രവാചകനും അതിൽ നിന്നൊഴിവാണെന്ന് അതിനർത്ഥമില്ല. ആയത്തിൽ അങ്ങനെയൊരു നിഗമനത്തിന് പഴുതില്ല. സൂറ അൽ ഹാക്കയിലെ മേൽ സൂക്തങ്ങൾ സത്യപ്രവാചകനെയും വ്യാജപ്രവാചകനെയും വേർതിരിച്ചറിയാനുള്ള ഒരു മാനദണ്ഡം നൽകുകയല്ല ചെയ്യുന്നത്. അതായത്, അദൃശ്യലോകത്തു നിന്ന് വല്ല കൈയും നീണ്ടുവന്ന് ഒരാളുടെ ജീവനാഡി മുറിച്ചു കളയുന്ന പക്ഷം അദ്ദേഹത്തെ വ്യാജപ്രവാചകനായി മനസ്സിലാക്കണമെന്നും അദ്ദേഹത്തിൽ വിശ്വസിക്കരുത് എന്നുമല്ല അവിടെ പറഞ്ഞതിന്റെ വിവക്ഷ. പ്രവാചകൻ സത്യവാനോ അസത്യവാനോ എന്ന് പരിശോധിക്കാൻ അദ്ദേഹത്തിന്റെ സ്വഭാവം, പ്രവർത്തനം, അദ്ദേഹം അവതരിപ്പിക്കുന്ന കാര്യങ്ങൾ എന്നിവ കൊണ്ടൊന്നും സാധ്യമല്ലെന്ന് കരുതുക. എങ്കിൽ യുക്തിക്ക് ഇത്തരം മാനദണ്ഡങ്ങൾ നിർദ്ദേശിക്കേണ്ടത് ആവശ്യമായിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെയൊരാവശ്യമില്ല. وَيَعْبُدُونَ مِن دُونِ اللَّهِ مَا لَا يَضُرُّهُمْ وَلَا يَنفَعُهُمْ وَيَقُولُونَ هَؤُلَاءِ شُفَعَاؤُنَا عِندَ اللَّهِ قُلْ أَتُنَبِّئُونَ اللَّهَ بِمَا لَا يَعْلَمُ فِي السَّمَاوَاتِ وَلَا فِي الْأَرْضِ سُبْحَانَهُ وَتَعَالَى عَمَّا يُشْرِكُونَ. ഈ ജനം അല്ലാഹുവിനെ കൂടാതെ തങ്ങൾക്ക് ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിവില്ലാത്തതിനെ ആരാധിച്ചുകൊണ്ടിരിക്കുകയാകുന്നു. ഇക്കൂട്ടർ അല്ലാഹുവിങ്കൽ ഞങ്ങളുടെ ശുപാർശകരാണെന്ന് വാദിക്കുകയും ചെയ്യുന്നു. പ്രവാചകൻ അവരോട് പറയുക: ആകാശത്തിലോ ഭൂമിയിലോ ഉള്ള അല്ലാഹു അറിയാത്ത കാര്യങ്ങൾ അവന് അറിയിച്ചു കൊടുക്കുകയാണോ നിങ്ങൾ? എന്നാൽ അതീവ പരിശുദ്ധനും ഇക്കൂട്ടർ ആരോപിക്കുന്ന പങ്കാളിത്തത്തിനൊക്കെയും അതീതനുമത്രേ അവൻ. ഒരു സംഗതി അല്ലാഹുവിന്റെ അറിവിലില്ലെന്നാൽ അതിന്റെ അർത്ഥം അങ്ങനെയൊന്ന് തീരെയില്ലെന്നാണ്. കാരണം ഉള്ളതെല്ലാം അല്ലാഹുവിന്റെ അറിവിലുണ്ടായിരിക്കും. അവന് ശുപാർശകരില്ല എന്ന് അത്യന്തം സൂക്ഷ്മമായ ശൈലിയിൽ വ്യക്തമാക്കിയിരിക്കുകയാണ് ഇവിടെ. തന്നോട് ശുപാർശ ചെയ്യാൻ ആകാശത്തോ ഭൂമിയിലോ വല്ലവനുമുള്ളതായി അല്ലാഹുവിന്റെ അറിവിലില്ല. പിന്നെ ഏത് ശുപാർശകനെക്കുറിച്ചാണ് നിങ്ങൾ അവനോട് പറയുന്നത്? وَمَا كَانَ النَّاسُ إِلَّا أُمَّةً وَاحِدَةً فَاخْتَلَفُوا وَلَوْلَا كَلِمَةٌ سَبَقَتْ مِنْ رَبِّكَ لَقُضِيَ بَيْنَهُمْ فِيمَا فِيهِ يَخْتَلِفُونَ. ആദിയിൽ മനുഷ്യരൊക്കെയും ഒരേ സമുദായമായിരുന്നു. പിന്നീടവർ വ്യത്യസ്തമായ വിശ്വാസങ്ങളും ആചാരരീതികളും ഉണ്ടാക്കി ഭിന്നിച്ചു. താങ്കളുടെ റബ്ബിങ്കൽ നിന്ന് നേരത്തെ ഒരു പ്രഖ്യാപനമുണ്ടായിരുന്നില്ലെങ്കിൽ അവർ പരസ്പരം ഭിന്നിച്ച സംഗതികളെക്കുറിച്ച് ഇപ്പോൾ തന്നെ വിധി കൽപ്പിക്കപ്പെട്ടേനെ. ഈ സൂക്തത്തിന്റെ ആശയം വ്യക്തമായി ഗ്രഹിക്കാൻ അൽ ബഖറ 213, അൽ അൻആം 35 എന്നീ സൂക്തങ്ങൾക്ക് നാം നൽകിയ വ്യാഖ്യാനം ഓർക്കുക. യാഥാർത്ഥ്യത്തെ മനുഷ്യരുടെ ബോധമണ്ഡലത്തിൽ മറച്ചുവെച്ച് അവരുടെ ബുദ്ധിയും ഗ്രഹണശക്തിയും ഹൃദയവും മനസ്സാക്ഷിയും പരീക്ഷണ വിധേയമാക്കുമെന്ന് നാം തീരുമാനിച്ചിട്ടുണ്ട്. മാത്രമല്ല, ആ പരീക്ഷണത്തിൽ പരാജയപ്പെട്ട് തെറ്റായ മാർഗത്തിൽ ചലിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് അതിനവസരം നൽകുമെന്നും അല്ലാഹു ആദ്യമേ നിശ്ചയിച്ചിട്ടുണ്ട്. അല്ലായിരുന്നുവെങ്കിൽ ഇന്നു തന്നെ സത്യത്തെ മറന്നേക്കി കാണിച്ച് മുഴുവൻ അഭിപ്രായ ഭിന്നതകളെക്കുറിച്ചും അന്തിമ തീരുമാനമെടുത്തിരുന്നേനെ. വമ്പിച്ചൊരു തെറ്റിദ്ധാരണ നീക്കാൻ വേണ്ടിയാണ് ഇവിടെ ഇക്കാര്യം പറഞ്ഞത്. ലോകത്ത് ധാരാളം മതങ്ങൾ കാണപ്പെടുന്നു.
ഓരോ മതക്കാരനും കരുതുന്നു തന്റെ മതമാണ് സത്യമെന്ന്. ഈ അവസ്ഥയിൽ സത്യം ആരുടെ പക്ഷത്താണെന്ന് എങ്ങനെ തീരുമാനിക്കും? ഇതൊരു വിഷമ പ്രശ്നമാണ്. ഖുർആന്റെ അവതരണ കാലത്തും ആ പ്രശ്നമുണ്ടായിരുന്നു. ഇതേപ്പറ്റി പറയുകയാണ്, മതപരമായ ഭിന്നത പിന്നീടുണ്ടായതാണ്. ആദിയിൽ മുഴുവൻ മനുഷ്യവംശത്തിന്റെയും മതം ഒന്നായിരുന്നു. അതായിരുന്നു സത്യം. പിന്നീട് ആ സത്യത്തിൽ ഭിന്നിച്ച് ജനങ്ങൾ വ്യത്യസ്ത ആദർശങ്ങളും മതങ്ങളും കൈക്കൊള്ളുകയാണുണ്ടായത്. ഇപ്പോൾ ഈ പ്രശ്നത്തിൽ തീരുമാനമെടുക്കാൻ ബുദ്ധിയെയും ബോധത്തെയും നിങ്ങൾ ശരിയായി ഉപയോഗപ്പെടുത്തുന്നില്ല. പകരം ദൈവം നേരിട്ട് സത്യത്തെ അപ്പടിയങ്ങ് മറന്നീക്കി കാണിക്കുകയാണ് നിങ്ങളുടെ ആവശ്യം. അത് ഈ ജീവിതത്തിൽ നടക്കുന്ന കാര്യമല്ല. ഈ ലോകജീവിതം പരീക്ഷണാർത്ഥമുള്ളതാകുന്നു. സത്യത്തെ നേരിട്ട് കാണാതെ തന്നെ ബുദ്ധിയും ബോധവും ഉപയോഗപ്പെടുത്തി മനുഷ്യനത് തിരിച്ചറിയുമോ ഇല്ലേ എന്നതിലാണ് പരീക്ഷണം നിലകൊള്ളുന്നത് തന്നെ. وَيَقُولُونَ لَوْلَا أُنزِلَ عَلَيْهِ آيَةٌ مِّن رَّبِّهِ فَقُلْ إِنَّمَا الْغَيْبُ لِلَّهِ فَانتَظِرُوا إِنِّي مَعَكُم مِّنَ الْمُنتَظِرِينَ. അവർ ചോദിക്കുന്നു, ഈ പ്രവാചകന് റബ്ബിങ്കൽ നിന്ന് ഒരു ദൃഷ്ടാന്തവും അവതരിക്കാത്തതെന്ത്? അവരോട് പറയുക, അതിഭൗതിക ലോകത്തിന്റെ ഉടമയും പരമാധികാരിയും അല്ലാഹു മാത്രമാകുന്നു. അതിനാൽ നിങ്ങൾ കാത്തിരിക്കുക, ഞാനും നിങ്ങളോടൊപ്പം കാത്തിരിക്കാം. ഇദ്ദേഹം സത്യപ്രവാചകൻ തന്നെയാണ്, അവതരിപ്പിക്കുന്നതെല്ലാം സത്യവുമാണ് എന്നതിന് ദൃഷ്ടാന്തം വേണമെന്ന സത്യവിശ്വാസികളുടെ ആവശ്യത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഒരു കാര്യം ശ്രദ്ധേയമാകുന്നു. തുറന്ന മനസ്സോടെ സത്യപ്രബോധനം സ്വീകരിക്കാൻ വേണ്ടിയല്ല അവർ ദൃഷ്ടാന്തം ആവശ്യപ്പെട്ടത്. ആ സത്യമാർഗത്തിന്റെ താൽപര്യങ്ങൾക്കൊത്ത് തങ്ങളുടെ ആചാരവും സമ്പ്രദായങ്ങളും സാമൂഹിക നാഗരിക വ്യവസ്ഥയും എന്നുവേണ്ട മുഴുജീവിതവും വാർത്തെടുക്കാനും തയ്യാറാണ് എന്ന നിലയ്ക്കുമല്ല. തിരുമേനിയുടെ പ്രവാചകത്വത്തിൽ പൂർണ്ണ ബോധ്യം വരുന്ന ഒരു ദൃഷ്ടാന്തവും ഇതേവരെ അവർ കണ്ടിട്ടില്ല എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് അവർ ഈ ആവശ്യമുന്നയിച്ചത്. സത്യവിശ്വാസം കൈക്കൊള്ളാതിരിക്കുന്നതിനുള്ള ഒരു കുതന്ത്രമായിരുന്നു അത്. എന്ത് ദൃഷ്ടാന്തം കാണിച്ചു കൊടുത്താലും അവർ പറയും, ഞങ്ങളൊന്നും കണ്ടില്ല എന്ന്. അതവരുടെ സ്ഥിരം പല്ലവിയാണ്. കാരണം വിശ്വസിക്കാൻ അവർക്ക് ആഗ്രഹമുണ്ടായിരുന്നില്ല. ശരീരത്തിന്റെ ആഗ്രഹാഭിലാഷങ്ങൾക്കൊത്ത് ഇഷ്ടമുള്ളതെല്ലാം പ്രവർത്തിക്കുകയും ആനന്ദവും ആദായവും നൽകുന്നതെന്താണോ അതിന്റെ എല്ലാം പിന്നാലെ പോവുകയുമായിരുന്നു അവർ ചെയ്തിരുന്നത്. ഐഹിക ജീവിതത്തിന്റെ അദൃശ്യ യാഥാർത്ഥ്യങ്ങൾ അഥവാ ഏകദൈവത്വവും പരലോകവും അംഗീകരിക്കാൻ അവർ തയ്യാറായിരുന്നില്ല. കാരണം അവ അംഗീകരിക്കുന്നതിന്റെ അർത്ഥം തങ്ങളുടെ മുഴുജീവിതവും ശാശ്വതമായ ധാർമ്മിക തത്വങ്ങളുടെ ബന്ധനത്തിൽ അകപ്പെടുക എന്നതായിരുന്നു. അതവർക്ക് അസഹ്യമായിരുന്നു. നമുക്ക് കാത്തിരുന്ന് കാണാം എന്ന് പറഞ്ഞതിന്റെ താൽപര്യം ഇതാണ്. അല്ലാഹു അവതരിപ്പിച്ചത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചിട്ടുണ്ട്. അവൻ അവതരിപ്പിച്ചിട്ടില്ലാത്തത് എനിക്കും നിങ്ങൾക്കും ഗൈബാകുന്നു. അത് അല്ലാഹുവിന്റെ മാത്രം അധികാര പരിധിയിൽപ്പെട്ട കാര്യമാണ്. അവൻ ഉദ്ദേശിക്കുന്ന പക്ഷം അത് അവതരിപ്പിക്കും, ഇല്ലാത്ത പക്ഷം അവതരിപ്പിക്കുകയുമില്ല. അവൻ അവതരിപ്പിക്കാത്തത് അവതരിപ്പിച്ചെങ്കിലേ നിങ്ങൾ സത്യവിശ്വാസം കൈക്കൊള്ളുകയുള്ളൂ എന്നാണെങ്കിൽ നിങ്ങൾ അതും കാത്തിരുന്നു കൊള്ളുക. നിങ്ങളുടെ ഈ പിടിവാശി നടക്കുമോ ഇല്ലേ എന്ന് ഞാനും കാണട്ടെ. وَإِذَا أَذَقْنَا النَّاسَ رَحْمَةً مِّن بَعْدِ ضَرَّاءَ مَسَّتْهُمْ إِذَا لَهُم مَّكْرٌ فِي آيَاتِنَا قُلِ اللَّهُ أَسْرَعُ مَكْرًا إِنَّ رُسُلَنَا يَكْتُبُونَ مَا تَمْكُرُونَ. ജനത്തിന്റെ സ്ഥിതി എന്തെന്നാൽ, ഒരാപത്തു ബാധിച്ച ശേഷം നാം അനുഗ്രഹം അനുഭവിപ്പിച്ചാൽ ഉടനെ നമ്മുടെ ദൃഷ്ടാന്തങ്ങളുടെ കാര്യത്തിൽ ഉപായങ്ങൾ ഉണ്ടാക്കി തുടങ്ങുന്നു. അവരോട് പറയുക, തന്ത്രത്തിൽ നിങ്ങളെക്കാൾ സമർത്ഥനാണല്ലാഹു. അവന്റെ മലക്കുകൾ നിങ്ങളുടെ തന്ത്രങ്ങളൊക്കെയും രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ സൂറയുടെ 11-12 സൂക്തങ്ങളിൽ പരാമർശിച്ച ക്ഷാമം വീണ്ടും സൂചിപ്പിക്കുകയാണ് ഈ സൂക്തം. താൽപര്യമിതത്രേ, അല്ലയോ ദൈവിക ദൃഷ്ടാന്തം ആവശ്യപ്പെടുന്നവരെ,
ഏത് നാവുകൊണ്ടാണ് നിങ്ങളത് ആവശ്യപ്പെടുന്നത്? ഈയിടെ ഒരു മഹാക്ഷാമം നിങ്ങളെ ബാധിക്കുകയുണ്ടായി. അള്ളാഹുവിങ്കൽ ശിപാർശ ചെയ്യുന്നവരെന്ന് നിങ്ങൾ സങ്കൽപ്പിച്ചിരുന്ന ആരാധ്യന്മാരിൽ നിങ്ങൾ തികച്ചും നിരാശരായി. ഇന്ന ജാറത്തിലേക്കുള്ള നേർച്ച കുറിക്കുകൊള്ളും, ഇന്ന ക്ഷേത്രത്തിൽ വഴിപാട് കഴിച്ചാൽ കാര്യം സാധിക്കും എന്നൊക്കെയാണല്ലോ അവരെപ്പറ്റി നിങ്ങൾ പറഞ്ഞിരുന്നത്. ആ വ്യാജദൈവങ്ങളുടെ കയ്യിൽ ഒന്നുമില്ലെന്നും സകല അധികാരങ്ങളുടെയും ഉടമസ്ഥൻ അള്ളാഹു മാത്രമാണെന്നും നിങ്ങൾ കണ്ടു. അക്കാരണം കൊണ്ട് അവസാനം അള്ളാഹുവോട് തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടിയും വന്നു. മുഹമ്മദ് നിങ്ങൾക്ക് നൽകുന്ന ശിക്ഷണം സത്യമാണെന്നതിന് മതിയായ ദൃഷ്ടാന്തമല്ലേ അത്? പക്ഷേ ആ ദൃഷ്ടാന്തം കണ്ടിട്ടും എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്തത്? ക്ഷാമം തീർന്നു, കരുണാവാരിധി നിങ്ങളുടെ വിപത്ത് ദൂരീകരിച്ചു. ക്ഷാമം വന്നതിനും പിന്നീട് അത് നീങ്ങിപ്പോയതിനും നിങ്ങൾ ബഹുവിധ ദുർവ്യാഖ്യാനങ്ങൾ നൽകി തുടങ്ങി. എന്തിനുവേണ്ടി? ഏകദൈവ വിശ്വാസത്തിൽ നിന്ന് രക്ഷപ്പെടാനും ശിർക്കിൽ തന്നെ ചടഞ്ഞുകൂടാനും വേണ്ടി. മനസ്സാക്ഷി എത്രത്തോളം ദുഷിച്ചു പോയവർക്ക് എന്ത് ദൃഷ്ടാന്തമാണ് കാണിക്കേണ്ടത്? കാണിച്ചിട്ട് എന്ത് പ്രയോജനമാണുള്ളത്? ഈ സൂക്തത്തിൽ അള്ളാഹുവിന്റെ തന്ത്രം എന്നു പറഞ്ഞതിന്റെ വിവക്ഷ ഇതാണ്: നിങ്ങൾ യാഥാർത്ഥ്യം അംഗീകരിച്ച് സ്വന്തം നടപടികൾ നന്നാക്കാത്ത പക്ഷം ദുഷിച്ച നടപടി തന്നെ തുടരുവാൻ നിങ്ങൾക്ക് അവധി ലഭിക്കും. ആഹാരവിഭവങ്ങളും മറ്റനുഗ്രഹങ്ങളും കൊണ്ട് നിങ്ങൾ തുണയ്ക്കപ്പെടും. അങ്ങനെ നിങ്ങൾ ഭൗതിക ജീവിതത്തിന്റെ ലഹരിയിൽ മുങ്ങുന്നു. എന്നാൽ നിങ്ങൾ ചെയ്യുന്നതൊക്കെ അള്ളാഹുവിന്റെ മലക്കുകൾ സൂക്ഷ്മമായി എഴുതിക്കൊണ്ടിരിക്കുന്നു. ആകസ്മികമായി മരണം വന്നെത്തുകയും അനന്തരം സ്വന്തം ചെയ്തികളുടെ കണക്ക് ബോധിപ്പിക്കാൻ നിങ്ങൾ ഹാജരാക്കപ്പെടുകയും ചെയ്യും. هو الذي يسيركم في البر والبحر حتى إذا كنتم في الفلك وجرين بهم بريح طيبة وفرحوا بها جاءتها ريح عاصف وجاءهم الموج من كل مكان وظنوا أنهم أحيط بهم دعوا الله مخلصين له الدين لئن أنجيتنا من هذه لنكونن من الشاكرين. നിങ്ങളെ കരയിലും കടലിലും സഞ്ചരിപ്പിക്കുന്നത് ആ അള്ളാഹു തന്നെയാകുന്നു. അങ്ങനെ നിങ്ങൾ കപ്പലുകളിൽ സവാരി ചെയ്യുന്നു. അനുകൂലമായ കാറ്റിനാൽ സന്തുഷ്ടരും സംതൃപ്തരുമായി സഞ്ചരിച്ചുകൊണ്ടിരിക്കവേ പെട്ടെന്നൊരു കൊടുങ്കാറ്റ് അടിച്ചു വീശുകയും നാനാവശങ്ങളിൽ നിന്നും തിരമാലകൾ ഉയർന്നു വരികയും ചെയ്യുന്നു. പ്രളയത്താൽ വലയം ചെയ്യപ്പെട്ടവരായി എന്ന് സഞ്ചാരികൾക്ക് തോന്നുന്നു. ആ സന്ദർഭത്തിൽ കീഴ്വണക്കം അള്ളാഹുവിന് മാത്രം സമർപ്പിച്ച് അവനോട് പ്രാർത്ഥിക്കുന്നു: നീ ഞങ്ങളെ ഈ വിപത്തിൽ നിന്ന് മോചിപ്പിക്കുകയാണെങ്കിൽ നിശ്ചയമായും ഞങ്ങൾ നന്ദിയുള്ള ദാസന്മാരായിരിക്കും. ദൈവം ഏകനാകുന്നു എന്നതിനുള്ള ദൃഷ്ടാന്തം ഓരോ മനുഷ്യന്റെയും ഉള്ളിൽ തന്നെയുണ്ട്. ജീവിതോപാധികൾ അനുകൂലമായിരിക്കുന്നിടത്തോളം മനുഷ്യൻ ദൈവത്തെ മറന്ന് ഐഹിക ജീവിതം ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു. അവ പ്രതികൂലമായി തീരുകയും പരാശ്രയനാവുകയും ചെയ്യുമ്പോൾ മുഴുത്ത ബഹുദൈവവാദിയുടെയും കടുത്ത നിരീശ്വരന്റെയും ഹൃദയങ്ങളിൽ ഈ ലോകത്തിന്മേൽ ഒരു ദൈവത്തിന്റെ പ്രവർത്തനം നടക്കുന്നുണ്ടെന്നും അവൻ അജയ്യനാണെന്നും സാക്ഷ്യം വഹിക്കുന്ന തെളിവ് പൊങ്ങിവരാൻ തുടങ്ങുന്നു. കൂടുതൽ വിശദീകരണത്തിന് സൂറ അൽ അൻആം 41 സൂക്തത്തിന്റെ വ്യാഖ്യാനം ശ്രദ്ധിക്കുക. فَلَمَّا أَنْجَاهُمْ إِذَا هُمْ يَبْغُونَ فِي الْأَرْضِ بِغَيْرِ الْحَقِّ يَا أَيُّهَا النَّاسُ إِنَّمَا بَغْيُكُمْ عَلَى أَنفُسِكُمْ مَتَاعَ الْحَيَاةِ الدُّنْيَا ثُمَّ إِلَيْنَا مَرْجِعُكُمْ فَنُنَبِّئُكُم بِمَا كُنتُمْ تَعْمَلُونَ. അങ്ങനെ അവൻ മോചിപ്പിച്ചാലോ
അതേ ആളുകൾ തന്നെ യാതൊരു ന്യായവുമില്ലാതെ ഭൂമിയിൽ ധിക്കാരം അനുവർത്തിക്കുന്നു. അല്ലയോ മനുഷ്യരെ, നിങ്ങളുടെ ഈ ധിക്കാരം നിങ്ങൾക്കെതിരെ തന്നെയുള്ളതാകുന്നു. ഐഹിക ജീവിതത്തിന്റെ ഏതാനും നാളുകളിലെ സുഖാസ്വാദനമാണത്. ആസ്വദിച്ചുകൊള്ളുക. പിന്നീട് നമ്മുടെ സന്നിധിയിൽ നിങ്ങൾ തിരിച്ചു വരേണ്ടതുണ്ട്. നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതെന്തെന്ന് അന്നേരം നാം പറഞ്ഞു തരുന്നതാകുന്നു. إنما مثل الحياة الدنيا كماء إن أنزلناه من السماء فاختلط به نبات الأرض مما يأكل الناس والأنعام حتى إذا أخذت الأرض زخرفها وزينت وظن أهلها أنهم قادرون عليها أتاها أمرنا ليلا أو نهارا فجعلناها حصيدا كأن لم تغن بالأمس كذلك نفصل الآيات لقوم يتفكرون. ഈ ഭൗതിക ജീവിതത്തിന്റെ സുഖഭോഗങ്ങളിൽ മത്തരായിട്ടാണല്ലോ നിങ്ങൾ ദൈവിക ദൃഷ്ടാന്തങ്ങൾ അവഗണിക്കുന്നത്. ഭൗതിക ജീവിതത്തിന്റെ ഉപമ ഇപ്രകാരമാകുന്നു. ആകാശത്തുനിന്ന് നാം ജലം വർഷിച്ചു. അപ്പോൾ മനുഷ്യരും മൃഗങ്ങളുമെല്ലാം ഭക്ഷിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഭൂമിയിൽ തിങ്ങി വളർന്നു. അങ്ങനെ ഭൂമി വസന്തമണിഞ്ഞ് അലങ്കൃതമാവുകയും അതിന്റെ ഉടമകൾ തങ്ങൾ വിളവെടുക്കാൻ പ്രാപ്തരായിരിക്കുന്നുവെന്ന് കരുതുകയും ചെയ്തപ്പോൾ പെട്ടെന്ന് രാത്രിയോ പകലോ നമ്മുടെ വിധി അതിനെ പിടികൂടുന്നു. അങ്ങനെ നാം അതിനെ നിശേഷം നശിപ്പിച്ചു കളയുന്നു. ഇന്നലെ അവിടെ ഒന്നും തന്നെ മുളച്ചിട്ടേയില്ലാത്തതുപോലെ. ചിന്തിച്ചു മനസ്സിലാക്കുന്നവർക്കു വേണ്ടി നാം ഇவ்விധം ദൃഷ്ടാന്തങ്ങൾ വിവരിച്ചു കൊടുക്കുകയാകുന്നു. നിങ്ങൾ ഈ നശ്വര ജീവിതത്തിന്റെ വർണ്ണപ്പകിട്ടിൽ വഞ്ചിതരായിരിക്കുകയാണ്. വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം വയഹ്ദി മൻ യശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം. അല്ലാഹുവോ സമാധാനഗേഹത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു. സന്മാർഗം നൽകുക അവന്റെ അധികാരമാകുന്നു. താൻ ഇച്ഛിക്കുന്നവർക്ക് അവൻ നേർവഴി കാണിച്ചു കൊടുക്കുന്നു. പരലോകത്ത് സമാധാന ഭവനത്തിന് അർഹതയേകുന്ന ഐഹിക ജീവിതക്രമത്തിലേക്ക് ക്ഷണിക്കുന്നു എന്ന് സാരം. യാതൊരുവിധ വിപത്തോ നഷ്ടമോ ദുഃഖമോ ക്ലേശമോ ഒന്നുമില്ലാത്ത രക്ഷാസങ്കേതമായ സ്വർഗമാണ് ഈ സൂക്തം സമാധാനം കൊണ്ട് വിവക്ഷിക്കുന്നത്.